ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശേഖര, നമുക്ക് ഈ ബന്ധത്തെ കുറിച്ച് ആലോചിച്ചാലോ? യാമിനി എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇവന്റെ അച്ഛനെയും അമ്മയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നല്ലൊരു ദിവസം നോക്കി സംസാരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപകാണെന്ന് അംബികാമ്മയുടെ മനസ്സിലാക്കിയതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ശാപം മകന്റെ ജീവിതത്തിൽ വേണോ? അംബികാമ്മയുടെ തന്നെ പറയാം. എടാ രാജു, ഞാൻ നട്ടു വളർത്തുന്ന ചെടിയിലെ ഒരിത്തില് വന്നാ ഞാൻ അതങ്ങ് പറിച്ച് ദൂരെ കളയും. എന്റെ മകന് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അതിന് പകരമായേ ഞാനിവൾക്ക് പൊന്നോ പണമോ ഭൂമിയോ എന്താന്ന് വെച്ചാ കൊടുത്തേക്കാം. പക്ഷേ ഇവളെ ജീവിതകാലം മുഴുവൻ എന്റെ മോൻ ചുമക്കണോന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ല രാജു. എന്റെ മകൻ ചെയ്തൊരു അബദ്ധം, അവന്റെ ഒരു തമാശ, ഇത് അത്രേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അതൊരു വലിയ സംഭവമാക്കി. എല്ലാം ഒന്ന് ആറട്ടെ. എന്താ വേണ്ടേന്നേ ഈ അംബികയ്ക്കറിയാം. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? നിങ്ങളൊരു അമ്മയല്ലേ? വർമ്മ സാറിനെ പോലൊരു വലിയ മനുഷ്യന്റെ സഹോദരിയായി നിങ്ങൾ എങ്ങനെ ജനിച്ചെന്നാ എനിക്ക്. എടാ മതി, മതിയാക്കിക്കോ നിന്റെ അധിക പ്രസംഗം. അയ്യേ അമ്മേ, ദേത് മുള്ളി ഒന്ന് പിടിച്ചമ്മേ. നീ അങ്ങോട്ട് മാറി നിൽക്ക് ദീപകെ. അമ്മ ഇത് മുള്ളിയെന്ന്. അതിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങേ. നിങ്ങളിങ്ങനെ അറപ്പ് കാണിക്കുന്ന എന്തിനാ മാഡം? കേട്ടിട്ടില്ലേ, ഉണ്ണിമൂത്രം പുണ്യാഹമാണെന്ന്? പിന്നെ പുണ്യാഹം. ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലേ രാജു. ദിവ്യേ, നീ കുഞ്ഞിനെ ദീപകിന്റെ കയ്യിൽ നിന്ന് വാങ്ങ. എന്നിട്ട് കുഞ്ഞിന്റെ ഡ്രസ്സ് മാറ്റി റൂമിൽ കിടത്ത്. ഏയ് അത് ശരിയാവില്ല. എന്റെ റൂമിൽ ഇതിനെ കിടത്താനൊന്നും പറ്റില്ല. വേണമെങ്കിൽ റെസ്റ്റ് റൂം ഉപയോഗിക്കട്ടെ. ആണോ? എങ്കിൽ ഞാൻ വർമ്മ സാറിനെ വിളിക്കാം. വർമ്മ സാർ തീരുമാനിക്കട്ടെ ദിവ്യ കുഞ്ഞുമായി ഏത് റൂമിലേക്ക് പോണോന്ന്. ദിവ്യ, നീ ഇതിനൊന്ന് പിടിച്ചേ. ഇടിയൊന്ന് പിടിക്കാൻ. വാങ്ങിക്കേ. എന്റെ ഷർട്ടിലൊക്കെ ആയി. ഊരി കളയടാ അത്. എടാ രാജു, നീ രണ്ടാമത്തെ തവണയാ നീ ഇവളെ ഇറക്കി എനിക്കെതിരെ കളിക്കുന്നത്. നീയോ ഇവളും ദുഃഖിക്കേണ്ടി വരും, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. വാമേ. രാജുവേട്ടാ. ദിവ്യ, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കെ. അങ്ങനെ ദിവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയ്യോ ഋതിക മാഡം. വലിച്ച പറയേ. വർമ്മേ, താനെന്തിനാടോ ഇത്രയും ആലോചിക്കുന്നേ? ഇവൻ എന്റെ അനിയന്റെ മകനല്ലേ. തന്റെ കുടുംബത്തിന്റെ അത്രയും പേരും പെരുമയൊന്നും ഇല്ലെങ്കിലും എന്റെ മക്കളും അനിയന്റെ മക്കളും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെയും സ്വഭാവ ഗുണത്തിന്റെയും കാര്യത്തിലൊക്കെ ഒട്ടും പിന്നിലല്ല. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ? അതൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഋതികയുടെ വിവാഹം ഇങ്ങനെ. അതൊക്കെ അങ്ങനെയാണ് വർമ്മേ. ദൈവം തീരുമാനിക്കുന്നതേ നടക്കൂ. ഇന്നിവിടെ എന്റെ കൂടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇവൻ വരാനും കല്യാണ പെണ്ണ് ആരാണെന്നറിയാതെ ഋതികയെ ഇവൻ കാണാനും കണ്ടിഷ്ടപ്പെടാനും നടക്കാനിരുന്ന വിവാഹം മുടങ്ങിയതുമൊക്കെ ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവന് വേണ്ടി ഞങ്ങളെത്ര പെൺകുട്ടികളെ കണ്ടതാണെന്ന് വർമ്മയ്ക്ക് അറിയാമോ? ഇതുവരെ ഇവൻ ഒരു പെൺകുട്ടിയോടും ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. പക്ഷേ കണ്ട മാത്രയിൽ തന്നെ
തന്റെ മകളെ അവന് ഇഷ്ടമായി. ഇവർ തമ്മിലുള്ള വിവാഹം നടക്കണമെന്നായിരിക്കും ദൈവത്തിന്റെ തീരുമാനം. താൻ നടന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കേ. തനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഏയ്, അതെന്താണോ താൻ അങ്ങനെ ചോദിക്കുന്നേ? തനിക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ തന്റെ മകളെ എന്റെ ചെക്കനെ ധൈര്യമായിട്ട് കൈപിടിച്ചു കൊടുക്ക്. ആ ചെക്കനുമായിട്ടുള്ള വിവാഹത്തിന് അച്ഛൻ സമ്മതം മൂടുന്നതിന് മുൻപ് എനിക്ക് വിവാഹം വേണ്ടെന്ന് അച്ഛനോട് പറയണം. അങ്കിളിനോട് അങ്കിളിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള പ്രായമോ യോഗ്യതയോ എനിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് അങ്കിളിനോട് പറയാതിരിക്കാൻ വയ്യ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ് ഞാൻ. സ്വന്തമായൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഇവിടെ നാട്ടിൽ നടത്തുന്നുണ്ട്. ഋതികയെ അങ്കിൾ എനിക്ക് വിവാഹം കഴിച്ച് നൽകിയാൽ ഞാൻ എന്റെ അച്ഛനെ അമ്മയെ നോക്കുന്ന പോലെ പൊന്നുപോലെ ഋതികയെ നോക്കിക്കൊള്ളാം. ചേട്ടാ, ഇത്ര പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്താല്? പ്രതാപേട്ട, ഋതുമോളോട് സംസാരിച്ച് അവളുടെ തീരുമാനം എന്താന്ന് കൂടി അറിഞ്ഞ് ഒരു വാക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. ഇങ്ങനൊരു സാഹചര്യത്തില് ഋതിക മോളോട് ഒരു അഭിപ്രായം ചോദിച്ചാലേ കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 തവണ ദീപക്കുമായിട്ടുള്ള വിവാഹം മുടങ്ങിയതല്ലേ. ആ വിഷമം ആ കുട്ടിക്ക് കാണാതിരിക്കൂ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാരണവന്മാർ ഒരു തീരുമാനമെടുക്കുന്നതല്ലേ നല്ലത്. ശേഖര, നമുക്ക് ഈ ബന്ധത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാലോ? പ്രതാപേട്ട, യാമിനി എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇവന്റെ അച്ഛനെയും അമ്മയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നല്ലൊരു ദിവസം നോക്കി സംസാരിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. അച്ഛൻ ഋതിയെ, നിനക്കിതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ആദ്യം വാസിയുടെ പുറത്തായിരുന്നുവെങ്കിലും പിന്നീട് നിന്റെ വിവാഹം നടന്നു കാണണമെന്ന് എനിക്കും ഒരു ആഗ്രഹം തോന്നി തുടങ്ങി. ഇവരൊക്കെ ഇപ്പൊ ഈ പ്രപ്പോസൽ എന്നെ നിർബന്ധിക്കുമ്പോ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വർമ്മ ഇങ്ങനെ വിഷമിച്ചാലോ? ഞാൻ പറഞ്ഞില്ലേ, സംഭവിച്ചതൊക്കെ നാളെയുടെ നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിച്ചാ മതി. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഞാൻ ഇവന്റെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ടുവരാം. ജാതകത്തിലൊന്നും ഞങ്ങൾക്കത്ര അമിതമായ വിശ്വാസമൊന്നുമില്ല. നോക്കണമെങ്കിൽ നോക്കാം. എന്നിട്ട് എത്രയും വേഗം നമുക്ക് ഈ വിവാഹം നടത്താം. വർമ്മേ, അനന്തരവൻ ചെക്കൻ കാണിച്ച വിവരക്കേട് ഓർത്ത് താൻ വിഷമിക്കണ്ട. ഇവനുമായിട്ടുള്ള തന്റെ മകളുടെ വിവാഹം കഴിയുന്നതോടെ തന്റെ എല്ലാ ടെൻഷനും മാറും. ഇത് എന്റെ വാക്കാടോ.